അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് പല ആഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ള സമയത്ത് ഞാൻ അൽഹംദുലില്ലാ ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ അത് പതിവാക്കാറുണ്ടായിരുന്നു. മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈവൻ നമുക്ക് കിട്ടുന്ന അറിവുകൾ, അതായത് ഉസ്താദുമാരുടെ അടുത്തുനിന്നും പണ്ഡിതന്മാരുടെ അടുത്തുനിന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും കിട്ടുമല്ലോ. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ, ഇന്ന ദിക്റുകൾ ചൊല്ലണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നാലോ ആലോചിക്കുക. അതായത് പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും, പണ്ട് മദ്രസയിൽ പഠിച്ച സമയത്ത് അവർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോഴെങ്കിലും നമുക്കത് ജീവിതത്തിൽ ചെയ്താലോ എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നമ്മളിപ്പോൾ ഉറങ്ങി എണീക്കുന്ന മുതൽ കിടക്കുന്നത് വരെ നമ്മൾ മുസ്ലിം ആയൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കിടന്നിട്ട് എണീക്കുന്ന സമയത്ത് ആദ്യം തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ, മരണമെന്ന ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ളത്. എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് പല്ല് തേക്കാറുണ്ടല്ലോ. പല്ല് തേക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ പല്ല് തേക്കുന്നത് അധികവും അതിൻ്റെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാണല്ലോ. എന്തായാലും കണ്ണാടി നോക്കും. കണ്ണാടി നോക്കി നമ്മളെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കും. അത് അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് ഇടുന്ന സമയത്തോ ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ കണ്ണാടിയിൽ എന്തായാലും നോക്കും. അപ്പോൾ ആ സമയത്ത് കണ്ണാടി നോക്കുന്ന സമയത്ത് പറയേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ അൻത ഹസ്സൻ തഖൽഖി വഹസ്സിൻ ഖുലുഖി. ഇത് ഞാൻ ചെയ്തിരുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു കുടുംബസംഘമുണ്ട്, ആലസമ്പാട്ടിലാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ആലസമ്പാട്ടിൽ കുടുംബസംഗമത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട്, കുടുംബസംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ചെല്ലുന്നത്, ഇത് ബാത്റൂമിൽ കയറുന്ന ചൊല്ലുന്ന കാര്യങ്ങൾ, അതുപോലെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ചെല്ലുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു ഇതടച്ചിട്ട് നമുക്ക് വീട്ടിലോട്ടൊക്കെ അത് അവർ സപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിപ്പോൾ നമ്മളിപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ചെല്ലുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ണാടീൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ച്, അതുപോലെ ബാത്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചൊല്ലേണ്ട ദിക്കർ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ച്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് പതിവാക്കും. അത് ഒരിക്കലും ഒറ്റയടിക്ക് നമുക്കത് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്താണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ എന്തായാലും അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്ത് നമുക്കത് മനപ്പാടാകും. അങ്ങനെയാണ് മനപ്പാടാക്കുന്നത്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈവൻ ഞാൻ ചെയ്തിരുന്ന വേറൊരു കാര്യമാണ്, അതായത് എനിക്ക് പണ്ട് നമ്മളിപ്പോൾ നിസ്കരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഉസ്താദുമാർ ഓരോ നിസ്കാരത്തിന് ശേഷവും ഓരോ പുതിയ ദുആകളാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ നമുക്കും ഇങ്ങനെ പഠിച്ചാലോ. നമ്മളെന്തായാലും ചില സമയങ്ങളിൽ ഇമാം നിൽക്കൂലേ, ഇമാം നിൽക്കുന്ന സമയത്ത് ഒരേ ദുആ തന്നെ എല്ലാ ദിവസവും ചൊല്ലുന്നതിന് പകരം ഓരോ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ദുആകളുണ്ട്. അപ്പോൾ ഞാനത് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതേപോലെ ചെയ്തിരുന്നത്. അതായത് ആദ്യം പുസ്തകത്തിൽ നോക്കിയിട്ട്, അതായത് അദ്കാറിൻ്റെ ബുക്കുണ്ട്, അദ്കാറിൻ്റെ ബുക്കിൽ നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കും. അതായത് ളുഹറിന് ശേഷമുള്ളത്, മഗ്രിബിന് ശേഷമുള്ള ദുആ, ഇശായിന് ശേഷമുള്ള ദുആ, അങ്ങനെയൊക്കെ ഓരോ ദുആകൾ എഴുതി വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കും. അതായത് എന്തായാലും ഒരു മറയുടെ പിന്നിലായാലും നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ട് അത് നോക്കി ദുആ ചെയ്യും. അത് നോക്കി ദുആ ചെയ്ത് അത് നമുക്ക് പിന്നെ അത് മനപ്പാടാകും. അത് നോക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്കത് ചൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? അതായത് ബ്രഷ് എടുത്തിട്ട് പല്ല് തേച്ചു, പിന്നെ നമ്മൾ ടോയ്ലറ്റ് പോയി. നമ്മൾ ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് ചൊല്ലുന്നൊരു ദിക്റാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി. അങ്ങനെ ടോയ്ലറ്റിൽ കയറി നമ്മൾ മൂത്രയിക്കുക അല്ലെങ്കിൽ ടോയ്ലറ്റ് പോവുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ശുദ്ധിയാക്കിയ ശേഷം അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അത് ചൊല്ലിയ ശേഷം നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗുഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അനിയൽ അദാ വഅഫാനി, ഇതെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? നമ്മൾ കുളിക്കുമല്ലോ. കുളിക്കുന്ന സമയത്ത് കുളിക്കുന്നതിന് നിയത്ത് വലിയ ശുദ്ധി ഉണ്ടെങ്കിൽ വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ റെഡിയല്ലേ, അപ്പോൾ ഒരു നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് സുന്നത്തായ കുളിക്കുന്നു എന്നുള്ള രീതിയിൽ കരുതിയിട്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളിയെ കരുതി നമ്മളങ്ങനെ കരുതുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി കസാനി മാ ഉവാരി ബിഹി ഔറത്തി വാ തജമ്മലു ഫി ഹയാത്തി, അതായത് നമുക്ക് വസ്ത്രം തന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. ആ വസ്ത്രം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭംഗിയുണ്ടായി എന്നുള്ളതാണ്. അതായത് പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്തും ഇത് ചൊല്ലി കഴിഞ്ഞാൽ ആ വസ്ത്രം നല്ല രീതിയിൽ നമുക്ക് നിലനിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ വസ്ത്രം ധരിച്ചു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈവൻ ചെറിയ മക്കൾക്ക് പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അതായത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ മോനോട് നമ്മളിപ്പോൾ ഓരോ എന്ത് കൊടുക്കണമെങ്കിലും ബിസ്മില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവൻ തന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞാണ്ട് കഴിച്ചു പോകണം. അതേപോലെ നമ്മളിപ്പോൾ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോട്ട് കയറി ചെയ്യുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇറങ്ങുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ നമ്മളത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിലുണ്ടാവും. അൽഹംദുലില്ലാ, എനിക്ക് എൻ്റെ പാരൻസ് പഠിപ്പിച്ചത് കൊണ്ടാണ് അത് എനിക്കിത് നിലനിർത്താൻ പറ്റുന്നത്. അതുകൂടാതെ ഉസ്താദുമാർക്കും നല്ല പങ്കുകളുണ്ട്. അവർ അന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ചത് കൊണ്ടും ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാനത് പ്രാവർത്തികമാക്കിയത് കൊണ്ടുമാണ് എനിക്കിപ്പോൾ ഇപ്പോഴും ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതായത് ഒരു 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം കുട്ടികളെ. ആ സമയത്താണ് കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മൾ പാരൻസ് എന്ത് ചെയ്യുന്നോ അത് അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യും. സോ ആ സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ ഭക്ഷിപ്പിച്ചതിനും കുടിപ്പിച്ചതിനും മുസ്ലിമാക്കിയതിനും അള്ളാഹുവിനാണ് സർവസ്തുതിയും, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ അത് ചൊല്ലിയിട്ട് പിന്നെ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഉപ്പാനോടൊക്കെ സലാം പറഞ്ഞിട്ട് ഇറങ്ങണം. കാരണം അവരുടെയൊക്കെ പ്രാർത്ഥന, നമ്മൾ എന്തായാലും ചില ആളുകൾ വണ്ടിയിലാണല്ലോ, ഈവൻ അൽഹംദുലില്ലാ ഞാനിപ്പോൾ വണ്ടി എടുത്ത ശേഷം വണ്ടിയിലാണല്ലോ പോകുന്നത്, മറ്റേത് പിന്നെ ബസ്സിനായിരുന്നു പോകുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയേണ്ട ആയതും സലാം പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു ലഹുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ വണ്ടി കയറുന്ന സമയത്ത് ഞാൻ അത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഫീൽ ചെയ്യാൻ മീൻസ് ഞാനത് അങ്ങനെ വിചാരിക്കും. അതെന്താ വെച്ചാൽ ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ 70,000 മലക്കളുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നമ്മൾ വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 70,000 മലക്കൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് പോയേക്ക്. നമ്മളതിൻ്റെ ഇത് വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കണം, പക്ഷേ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആയത്തുൽ കുർസി ഓതുക. പിന്നെന്താ, നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ബിസ്മില്ലാഹി അത്തക്കലാനു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അള്ളാഹുവിനോട് വരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോടെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുക. അള്ളാഹു നമ്മൾ നോക്കിക്കോളും എന്നുള്ളതിൽ അള്ളാഹുവിനോട് അർപ്പിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ് സുബ്ഹാനല്ലദീ സഖ്ഖലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പിന്നെ നമ്മൾ വേറെ ചൊല്ലേണ്ട ഒരു കാര്യമാണ് യാത്ര നന്നാവാൻ വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ ജബൽതഹ അലൈഹി വ അഊദു ബിക മിൻ ഷർരി മാ ജബൽതഹ അലൈഹി. അള്ളാഹുവിനോട് നമ്മളുടെ യാത്രയിലുള്ള ഖൈറിനെ ചോദിക്കുകയും ഷർറിനെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ യാത്ര ഖൈറായി തീരും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ നമ്മളിപ്പോൾ യാത്ര പോയി പിന്നെ നമ്മളിപ്പോൾ ജോലി തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലി തുടങ്ങുക, അങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോൾ കാര്യങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാ വക്ത നിസ്കാരം നിസ്കരിക്കുക. അങ്ങനെ ഈവൻ ജോലി ഇല്ലാത്ത ആളുകളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിരുന്ന സമയത്ത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കയറിച്ചില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിച്ച ശേഷം അൽഹംദുലില്ലാ പറയാം. കണ്ണാടി നോക്കുന്ന സമയത്ത് അല്ലാഹുമ്മ അൻത അഹ്സൻത ഖൽഖി അത് ചൊല്ലുക. പിന്നെ കിടക്കുന്ന സമയത്ത് വുളൂഓട് കൂടി കിടക്കൽ സുന്നത്താണ്. അതുകൂടാതെ നമ്മളിപ്പോൾ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതിയ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിയ ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹയ്യുൽ ഖയ്യൂം, അതായത് ആ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഖയ്യൂം തുടങ്ങുന്ന ആയത്തുൽ കുർസി അത് ഒരു പ്രാവശ്യം ഓതുക. പിന്നെ സൂറത്തുൽ കാഫിറൂൻ ഒരു പ്രാവശ്യം ഓതുക. പിന്നെ സൂറത്തുൽ തക്കാസുർ, അൽഹാക്കുമുത്ത് തക്കാസുർ തുടങ്ങുന്ന ആ സൂറത്തും ഒരു പ്രാവശ്യം ഓതുക. ആ അൽഹാക്കുമുത്ത് തക്കാസുർ തുടങ്ങുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മളുടെ കടങ്ങളെല്ലാം വീടപ്പെടും എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ കിടക്കുന്ന സമയത്ത് ബിസ്മിക റബ്ബി വളഅതു ജൻബി വബിക റഫഅഹു നംസക്ത നഫ്സി വർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദ് ബിഹി ഇബാദിക സ്വാലിഹീൻ അത് ചൊല്ലിയിട്ട് കിടക്കുക. ഞാൻ ഇതെല്ലാം സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇസ്ലാമിക് ചലഞ്ചിലുള്ള കാര്യങ്ങളെല്ലാം പതിവാക്കുക എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ
ചെറിയ ദിക്കറുകളാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അതിൽ ബർക്കത്ത് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അത് എന്ത് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ബർക്കത്ത് ഉണ്ടാകും. ബിസ്മി ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബർക്കത്ത് ഉണ്ടാകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു പല കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുള്ളതാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് തീരെ പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളൊക്കെ അത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നിങ്ങളുടെ ജീവിതത്തിലും പതിവാക്കാൻ വേണ്ടി പറയുന്നത്. സോ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ പല തെറ്റുകളും പറഞ്ഞതിലും ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഞാൻ വലിയ രീതിയിൽ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആകെ 10ാം ക്ലാസ് വരെയുള്ള മദ്രസ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ദർസിലോ അങ്ങനെയൊന്നും ഓതി പഠിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ആകെ 10ാം ക്ലാസ് വരെയുള്ള പഠനം, പിന്നെ പല ഉസ്താദുമാരും നിന്നും കിട്ടുന്ന അറിവുകളും അത് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ പകർത്തുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു. അറിയാത്ത ആളുകൾക്ക് അതറിയാനും അറിയുന്ന ആളുകൾക്ക് അത് നിങ്ങളുടെ ഒന്നും കൂടി ഒരു ചെറിയ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. എല്ലാവരും എന്തായാലും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാനും ദുആയിൽ ഉൾപ്പെടുത്തും. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട വേറൊരു കാര്യമാണ്, അതായത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, അതായത് ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഈ 3 കാര്യങ്ങൾ. അത് പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സമയത്താണ്? ഒന്ന് ഇൻഷാ അല്ലാഹ്, അതായത് നമ്മൾ എന്ത് കാര്യം പറയണമല്ലോ, നമുക്കിപ്പോൾ ഒരു ക്ഷണം, അതായത് കല്യാണ ക്ഷണം ഉണ്ടായി, അതായത് അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുള്ളതാണ്. അള്ളാഹു ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ കാര്യം ചെയ്യും, ഞാൻ ആ കല്യാണത്തിലോട്ട് വന്നിരിക്കും, അങ്ങനെ പറയാം. കാരണം നമുക്കറിയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അള്ളാഹുവിന് അറിയാലോ. അപ്പോൾ അള്ളാഹു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തും എന്നുള്ള രീതിയിൽ. മാഷാ അല്ലാഹ്, എന്തൊരു നല്ല അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ നല്ല ഏത് കുട്ടികളൊക്കെ പാട്ട് പാടുക, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കുട്ടികൾ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അതായത് കുട്ടിയെ കാണാൻ രസമുണ്ടല്ലോ, അതായത് കുട്ടികൾക്കൊന്നും കണ്ണേറുകളൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഷാ അല്ലാഹ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈവൻ എൻ്റെ വീഡിയോ കാണുന്നവർ മാഷാ അല്ലാഹ് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് അതായത് നമ്മളിപ്പോൾ ഒരാൾ കണ്ണേറുകൾ തട്ടാതിരിക്കാൻ അത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാഷാ അല്ലാഹ് നല്ലതാണ്. അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ വേറൊരാളെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാഷാ അല്ലാഹ് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പറയാം. പിന്നെ അൽഹംദുലില്ലാ, നമുക്ക് എന്തൊരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിലും അത് ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ, അതായത് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതിന് അൽഹംദുലില്ലാ പറയാം. സങ്കടമാണെന്നുണ്ടെങ്കിൽ എന്തൊരു ചെറിയ ദുഃഖമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഖ്ലിഫ്നി ഖൈറ മിൻഹ, അതിനേക്കാൾ നല്ലത് നീ പ്രദാനം ചെയ്യണേ എന്നുള്ളത് അള്ളാഹുവിനോട് പറയാന്നുള്ളതാണ്. അത് ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അസ്സലാമു അലൈക്കും.